ഹലോ ഗൈസ്, ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ എന്ത് ചെയ്യണം, എൻ്റെ അമ്മ ക്യാരറ്റ് അരിയണം. എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരും വരുന്നുണ്ട്. പുറത്തായിരുന്നു, ഇപ്പോൾ അമ്മനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നൊരു ഇറ്റാലിയൻ ഡിഷും ഒന്ന് കേരള ഡിഷും. കേരള ഡിഷ് എന്ന് പറയുമ്പോൾ ബീഫ് റോസ്റ്റ്, അതല്ലാണ്ട് ഇത് കേരളം. പിന്നെ ഇതൊക്കെ ഷോയാണ് ഗൈസ്. ഞങ്ങളുടെ തൊടിയില്ല വേപ്പില പറിക്കാൻ വന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ വേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ വേപ്പിലാണ്. എൻ്റെ അപ്പൻ നല്ല അടിപൊളി വളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയ വേപ്പിലയാണ്. അത് അമ്മ കൊണ്ടേ കൊടുത്ത് അമ്മേനോട് അത് കഴിക്കൂടെ വരാൻ പറ്റി ഗൈസ്. ഞാൻ നൈസായിട്ട് പോയി ടാപ്പുറന്ന് കഴിയണേണ്. വേപ്പില നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയില്ലേ. എന്നിട്ട് ഞാനത് കൊണ്ടേ അമ്മക്ക് കൊടുത്തു. അമ്മ അതവിടെ വയ്ക്കാൻ പറഞ്ഞു, ഞാനതവിടെ വെച്ചു ഗൈസ്. യെസ് ഗൈസ്, ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി അറിയണ്ട പൊട്ടറ്റോ ബീഫിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഇത് സാലഡിനുള്ള സംഭവമാണ്. ക്യാരറ്റ് ജൂലിയനായിട്ട് അമ്മ കട്ട് എൻ്റെ അപ്പോൾ എന്താണെന്നെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുള്ളൂ. ഇത് പച്ചമുളക് ഗ്രീൻ ചില്ലി അരിയണയാണ് സാലഡിൽ ഇടാനായിട്ട്. മിക്സ് ചെയ്യാനായിട്ട് വിനാഗിരും സാലഡും വിനാഗിരിയും ക്യാരറ്റും ഒനിയനും പച്ചമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഞരടി മിക്സ് ചെയ്യണം. വിനാഗിരിന് ചില സ്ഥലത്ത്, ഞങ്ങളുടെ സ്ഥലത്ത് ചൊറുക്ക എന്നൊക്കെ പറയേണ്ട, വിനാഗിരി ചൊറുക്ക അങ്ങനെ പല പേരുണ്ടായിന്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യണോട്ടെ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇതിനിടയ്ക്ക് 2 വൈറ്റ് പാസ്ത എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മുടങ്ങാം. ഇത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അവർ കംപ്ലീറ്റ് വോൾ വീഡിയോ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ഇടയ്ക്ക് അമ്മ ചീത്തയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അമ്മയുടെ ഫേസ് കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ബീഫ് സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബീഫ് റോസ്റ്റ്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. ഗൈസ് അവർ ഒരു വലിയ പൊതി കൊണ്ടുവന്ന് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുഡൊക്കെ ആയിട്ട് അത് കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്ത് ഗൈസ്. അവരെൻ്റെ കൈ തന്നില്ല. അതിലെനിക്ക് വിഷമമൊന്നുമില്ല, ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. അവർ വന്ന് എൻ്റെ അമ്മേനെ കാണാൻ വന്നു. ശരിക്കും പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടുക ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. അമ്മയെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് 10th മുതലുള്ള ഫ്രണ്ട്സാണ്. അവർക്ക് വലിയ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവർ ഗ്രൂപ്പിലൊക്കെ കൂടെയും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. ഡാൻസ് പാട്ടും നല്ല വൈബാണ് ഇവരെ ഒരു ടീം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഒരു ഓളമൊക്കെയാണ് ഇവർ വന്നാൽ. പിന്നെ അവർ വന്ന് പിന്നെ എന്നോട് അവർക്ക് കൊടുക്കാൻ ടാങ്ക് കലക്കാൻ പറഞ്ഞു. എനിക്ക് പേടി ആ ഗ്ലാസ് എങ്ങാനും മറിഞ്ഞു വീഴുമെന്നായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ആ സമോളൊക്കെ എൻ്റെ ഷേപ്പ് കണ്ട കോൺ ഷേപ്പാണ് അതിലേക്ക് ഒഴിച്ചു കൊണ്ടുപോകും, സൂക്ഷിച്ചു കൊണ്ടുപോയി മറിഞ്ഞങ്ങനെ വീണ. പിന്നെ അതൊന്നും നടക്കിയിട്ട് അതിനവരെന്നെ ഊക്കി കൊല്ലും. അത് എനിക്കത് ഭയങ്കര നടക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോയത് ഗൈസ്. ഞാൻ സൂക്ഷിച്ച് അത് കൊണ്ട് കൊടുത്ത് പിന്നെ അവരെല്ലാവരെയും വിളിച്ച് വർക്കേരിയിൽ കൊണ്ടുവന്ന് നമ്മൾ ലൈവായിട്ട് പാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. ആദ്യം തന്നെ എന്ത് ചെയ്തമ്മ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വൈനൊക്കെ പൊട്ടിച്ചിട്ടാ. അമ്മ ഇറ്റാലിയിൽ നിന്ന് കൊണ്ടുവന്ന വൈനൊക്കെ ഉണ്ടായിരുന്നു. വൈനൊക്കെ ഒഴിച്ചു, പ്രീമിയം വൈനൊക്കെ ആയിരുന്നു, സ്പെഷ്യലായിരുന്നു. ഞാനും കുടിച്ച്, എനിക്ക് നന്ദി കൊടുത്ത് ഗ്ലാസ് കഴിക്കാനായിട്ട് അത് ഞാനും കഴിച്ച്. പിന്നെ അമ്മ ബീഫ് റോസ്റ്റ് കൊടുത്ത്, ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വളർത്തിയതായിരുന്നു, സൂപ്പറായിരുന്നു. അതൊക്കെ ഇട്ട് പിന്നെ അമ്മ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട്. ഒരു പുഡിങ്ങാണ് സംഭവം, നല്ല ഡിലീഷ്യസ് ക്യാരറ്റ് പുഡിങ്, ഡേറ്റ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ പാസ്ത ഉണ്ടാക്കാൻ പോയിട്ട, ലൈവായിട്ട് പാസ്ത ഉണ്ടാക്കാൻ പോയാണ്. നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് തിളക്കണം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പുണ്ടാക്കുന്നതാണ്. ഉപ്പില്ല ഉപ്പുണ്ട് ഇല്ല. എന്നിട്ട് അമ്മ ഇത്രയും കൂടി ഉപ്പ് എടുക്കാൻ പോയിണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. തിളച്ച വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അമ്മ ഉപ്പുണ്ടാകും. അത് ഉപ്പുണ്ടാകുമ്പോൾ മാത്രം നോക്കണം. നമ്മുടെ പാസ്ത വന്നിട്ട് പാസ്ത പൊട്ടിച്ചിട്ട് അത് വേവിക്കണം. നമ്മൾ വേവിക്കണമല്ല, കുക്കഡ് ആവണം. ബോയിൽ ചെയ്യാനായിട്ടാണ് വാട്ടറിലേക്ക് നമ്മുടെ വേവിക്കാനായിട്ട് പാസ്ത ഇട്ട് കൊടുത്തത്. അതിനിടയ്ക്ക് പാത്രം കഴുകാനൊക്കെ പോയി. ഒരു കയ്യിലൊക്കെ വേണമല്ലോ ഇതൊക്കെ മിക്സ് ചെയ്യാൻ, ഇളക്കാനൊക്കെ. അതിനുവേണ്ടി അതെടുക്കാൻ പോയതാണ്. എന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം തിളച്ചുമ്പോൾ പാസ്ത ഇട്ട് ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം, ഇതൊരു ലോങ് വീഡിയോ ആണ്, ബോറടിക്കണ്ട ഗൈസ്. ബോറടിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ വീഡിയോ എനിക്ക് വളരെ പ്രഷ്യസാണ്. എനിക്ക് എൻ്റെ അമ്മക്കും ഇതൊക്കെ മെമ്മറീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നത്. അമ്മതേ പാസ്ത വെന്താന്ന് നോക്കുന്നുണ്ട്. പാസ്ത വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യ് എടുക്കണം. നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ എടുത്താലും മതിട്ടോ. ബട്ടർ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നെയ്യാണ് എടുത്തേക്കുന്നത്. ബട്ടർ എടുത്താലും നല്ലതായിരിക്കും. അതൊരുക്കിയിട്ട് നമ്മുടെ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനിടയ്ക്ക് അമ്മ നേരത്തെ കുറച്ച് വെജൊക്കെ എടുത്ത് അമ്മ ഒന്ന് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അതൊക്കെ നമ്മളെടുത്ത് മാറ്റി. അതൊക്കെ ഇതിൻ്റെ ടീച്ചർ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വൈറ്റ് പാസ്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട്, ഇത് വളരെ ഹോംലിയാണ്, വലിയ സൈഡ് കുറച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി ഹെൽത്തിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാണുമ്പോൾ തന്നെ അറിയാലോ ഹെൽത്തിയാണ്. പാലൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത്യാവശ്യം പാൽ കുറച്ച് കൂടുതൽ, ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഇട്ടാണ്. കാരണം അമ്മ ഫുൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പാസ്ത അമ്മ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അമ്മ ടേസ്റ്റ് ചെയ്തോണ്ട് ഉപ്പുണ്ടാകുന്ന നോക്കണം. അവരൊക്കെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തിരക്കില്ലായിരുന്നു. ഡാനിയും വന്നിട്ടില്ല. ഡാനിയെ വെയിറ്റ് ചെയ്യണമായിരുന്നു വീഡിയോ ഒക്കെ. എനിക്കിത് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി. നമ്മൾ ഭയങ്കരമായിട്ട്
ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനത്തെ വൈറ്റ് പാസ്ത ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പാസ്ത ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, സോസൊക്കെ ഒഴിച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഹോംലി ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം ആദ്യമാണ്. അമ്മ ഇപ്പോൾ വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഫുഡൊക്കെ കിട്ടണത്. ഇല്ലെങ്കിൽ ആരും ഉണ്ടാക്കണം, ഞാൻ പോലും അടുക്കളയിൽ കയറില്ല. എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പനാണ്, പിന്നെ അമ്മ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയാലേ ശരിയാവാറൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ്. എൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വെജൊക്കെ ഇട്ട് കൊടുക്കുക, ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാനിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എന്ന് പറയണത് ഒരു പ്രത്യേകതരം സംഭവമാണ്. ഇത് വെറൈറ്റി ഡിഷാണ്, അധികം എരിവില്ല, ഒന്നുമില്ല. അല്ല, ഇറ്റാലിയൻസ് പൊതുവേ എരിവൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ്. ലാസ്റ്റ് ചില്ലി ഫ്ലേക്സ്, ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് നമുക്ക് വേണ്ടി ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം, എരിവിന് വേണ്ടി. പൊടിക്കിട്ട് കൊടുക്കാൻ പാടില്ല, അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ കുരുമുളക് പൊടി കടയുന്നുണ്ട്, അങ്ങനെ കടയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഡിലീഷ്യസ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, അമ്മ കാണിച്ചാൽ അമ്മ ഒരു പോസും തന്നു ആയി. എന്നിട്ട് അതിന് ശേഷം എല്ലാവർക്കും കൊടുത്ത് അമ്മ അവിടെ കൊണ്ട് വെച്ച് എല്ലാവരും കഴിക്കുക ചെയ്തിപ്പോൾ ഒരങ്കിളെടുത്ത് കഴിച്ച്, അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അടുത്ത അങ്കിളെടുത്ത് കഴിക്കാൻ പോയി. ലോങ് വീഡിയോ ആണ് ദൈവമേ. അതിന് ശേഷം നമ്മൾ ഷെർണങ്ങൾ കഴിച്ച്, പിന്നെ അജിയങ്ങൾ കഴിച്ച്, അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ എൻ്റെ അനിയനും വന്ന്, അനിയനെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് അമ്മ, എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ വെറുതെ ഭാഗത്തേക്ക് കയറി വന്ന് ലൈറ്റൊക്കെ നോക്കി. ലൈറ്റൊക്കെ സൂപ്പറാണ്, വീഡിയോ ഒക്കെ എടുത്ത് ഫോണിൽ ക്ലാരിറ്റി കുറഞ്ഞ കഴിച്ച് എല്ലാവരും പോയി കഴിച്ച്. ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് വന്ന് വർക്ക് ഏരിയ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കാൻ പോവുകയാണ് കഴിച്ച്. ഞാനെടുത്ത് കഴിച്ചു. പാസ്ത ഞാൻ ബാക്കി വന്നൊക്കെ എടുത്ത് കഴിച്ച്, പിന്നെ ബീഫൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ച്. പിന്നെ ബേക്കർ മനിയും ഒത്തിരി കഴിച്ച്. പിന്നെ ഡാനി എൻ്റെ പിക്കൊക്കെ എടുക്കാനുണ്ട് ഗൈസ്, അവൻ ഫുൾ പിക്ക് എടുക്കലാണ്. പിന്നെ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് അമ്മയും ഫ്രണ്ട്സൊക്കെ ആയിട്ട്